കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഭാസ്കരൻ നിർബന്ധിച്ചു കൊടുത്തിന് സുധീഷിനെ നേരെ നിധിയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി കടത്തുന്നതോട് കൂടത്തിന് നിധി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമായിരിക്കും. അച്ഛൻ എന്തിനാണ് ദൈവമേ ഇങ്ങനെയൊക്കെ കാണിച്ചത്? സുധീഷ് ഇവിടെ കടന്നാൽ പിന്നെ എങ്ങനെ ശരിയാവാ എന്നൊക്കെ ആലോചിച്ച് നിൽക്കായിരിക്കട്ടോ നിധി. സുധീഷ് ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. നിലത്ത് പായം വിരിച്ച് അവിടെ കിടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അച്ഛനോട് താങ്ക്സ് ഒക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ മുറിയിൽ കയറി പറ്റിയെന്നൊരു വിചാരം മാത്രമായിരുന്നു സുധീഷിൻ്റെ മനസ്സിൽ. ഇതേ സമയം ഭാസ്കരൻ അവിടെ നിന്ന് പോയ സമയത്തിന് സുധീഷ് വന്നിട്ട് നിധിയുടെ വാതിൽ തട്ടിയിട്ട് സുധീഷിനെ വിളിക്കുകയാണ്. സുധീഷിന് അന്നേരം ദേഷ്യം വന്നിട്ട് സുധീഷ് നേരെ വാതിൽ തുറന്ന് നോക്കും. എടാ പായം തലേണൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വാടാ എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് വിളിക്കുമായിരിക്കും. അല്ല അത് പിന്നെ സുഭാഷ് ഏട്ടാ അച്ഛൻ പറഞ്ഞതല്ലേ എന്നൊക്കെ സുധീഷ് ന്യായം പറയുന്നുണ്ട്. എങ്കിലും അച്ഛൻ ഇവിടെ നിന്ന് പോയി അച്ഛൻ്റെ പേരും പറഞ്ഞ് നീ ഏതായാലും ഈ മുറിയിൽ കിടക്കണ്ട എന്ന് സുഭാഷ് തീർത്തും പറഞ്ഞു. അപ്പോഴാണ് നിധിക്ക് ശരിക്കും ഒന്ന് ശ്വാസം നേരെ വീണത്. അവൾ ആശ്വാസത്തോടെ താങ്ക്സ് സുഭാഷ് ഏട്ടാ എന്നൊക്കെ പറയും. സുധീഷ് അപ്പോൾ സുഭാഷിനെ ഒന്ന് ദയനീയമായി നോക്കി. തനിക്ക് കിട്ടിയ വലിയൊരു ചാൻസ് ഏട്ടൻ ഇങ്ങനെ കളഞ്ഞു കുളിച്ചല്ലോ എന്നൊരു വിഷമമായിരുന്നിട്ടോ അവൻ്റെ മുഖത്ത്. ഈ അച്ഛൻ്റെ പേരും പറഞ്ഞ് എങ്ങനെയും നിധിയുടെ ബെഡ്റൂമിൽ കുടിയിരിക്കാമെന്നൊക്കെ കരുതിയതായിരുന്നു. അങ്ങനെ ഒടുവിൽ നാണം കെട്ട് സുധീഷ് അങ്ങ് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. സുധീഷ് അങ്ങനെ പായം തലയിടം എടുത്ത് സുഭാഷിൻ്റെ കൂടെ താഴെ ഹാളിൽ പായ വിരിച്ചിങ്ങനെ കിടക്കാൻ തുടങ്ങുന്ന സമയത്തായിരിക്കട്ടോ ഹരീഷ് ചോദിക്കുന്നുണ്ട്, എന്ത് പരിപാടിയാ ഏട്ടാ ഏട്ടനെ കാണിക്കുന്നത്? എന്താടാ എന്ന് സുഭാഷ് ചോദിച്ചപ്പോൾ ഹരീഷ് തൻ്റെ ന്യായം പറഞ്ഞു. അല്ല അച്ഛൻ പറഞ്ഞത് ശരിയല്ലേ, കല്യാണം കഴിഞ്ഞതല്ലേ അവരുടെ? സുധീഷ് നിധിയേട്ടത്തിയോടൊപ്പം തന്നെ അവിടെ ഒരുമിച്ചല്ലേ കിടക്കേണ്ടത് എന്ന് ചോദിക്കും. അവർ രണ്ടുപേരും ഒരു മുറിയിലല്ലേ കഴിയേണ്ടത്? അതിനു പകരം എന്തിനാ ഇവനെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നത് എന്ന് ചോദിക്കാണ് ഹരീഷ്. എടാ ഇപ്പോൾ അവർ ഒരുമിച്ച് കിടക്കുന്നില്ല, നീ ഏതായാലും കിടന്നുറങ്ങാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് ദേഷ്യപ്പെടും. പക്ഷേ ഹരീഷ് വിട്ടുകൊടുത്തില്ല. ഇത് എവിടുത്തെ ന്യായമാണ് സുഭാഷ് ഏട്ടാ? കല്യാണം കഴിഞ്ഞിട്ടും ഇവൻ ഇങ്ങനെ നമ്മുടെ കൂടെ വന്ന് കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? സുഭാഷ് പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും നീ കൂടുതൽ ചിന്തിക്കേണ്ട. പക്ഷേ ഇത് ശരിയായ നടപടിയല്ല എന്ന് ഹരീഷ് വീണ്ടും പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷ് കുറച്ചും കൂടി കടുപ്പിച്ച് പറഞ്ഞു, എടാ നിന്നോട് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്? ഇവനല്ലേ ഈ സുധീഷല്ലേ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇവനൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവൂ എന്നൊക്കെ? അപ്പോൾ പിന്നെ അവൻ അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തിട്ട് ആ മുറിയിൽ നിന്ന് പോയി കിടക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കാണ് സുഭാഷ്. അന്നേരം ഇത് കേട്ടപ്പോൾ ഹരീഷിൻ്റെ മുഖം അങ്ങോട്ടേക്ക് മാറി. അവൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. എങ്കിലും ഹരീഷിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. ആ സമയം സുധീഷ് സുഭാഷിനോട് പറഞ്ഞു, നീ കിടന്നുറങ്ങാൻ നോക്കടാ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ സുഭാഷ് വീണ്ടും ജോലികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനുജന്മാരുടെ ഡ്രസ്സൊക്കെ സോപ്പ് വെള്ളത്തിൽ മുക്കി വെക്കുന്ന ആ ഒരു സമയത്തായിരിക്കട്ടെ ഹരീഷ് വീണ്ടും അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഹരീഷിനെ കണ്ടപ്പോൾ സുഭാഷ് ചോദിച്ചു, ആ നീ എഴുന്നേറ്റോ? ഞാൻ നിനക്കുള്ള ചായ എടുത്തു തരാമെന്ന് പറയും. പക്ഷേ ഹരീഷ് അതൊന്നും നിന്നെ മൈൻഡ് ചെയ്യുന്നില്ല. എന്താടാ നിന്റെ മുഖം എന്താടാ വല്ലാതെ ഒരുമാതിരി ഇരിക്കുന്നത്? നീ എന്താ മിണ്ടാതെ എന്നൊക്കെ ചോദിക്കാണ് സുഭാഷ്. ഒന്നുമില്ലെന്ന് അവൻ പറഞ്ഞുവെങ്കിലും സുഭാഷ് അത് വിട്ടുകൊടുത്തില്ല. അപ്പോഴാണ് ഹരീഷ് ചോദിച്ചത്, എനിക്കറിയാഞ്ഞിട്ട് ചോദിക്കുക, സുധീഷ് ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞത് സുഭാഷ് ഏട്ടന് ഇഷ്ടപ്പെട്ടില്ലേ എന്ന്? അതെന്താടാ നീ അങ്ങനെ ചോദിച്ചത് എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ, അല്ല ഇന്നലെ രാത്രി അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരേ മുറിയിൽ കിടക്കാൻ പോയപ്പോൾ സുഭാഷ് ഏട്ടൻ എന്തിനാ അത് തടഞ്ഞത്? ഏട്ടൻ അവർ രണ്ടുപേരും കിടക്കുന്നത് ഇഷ്ടമല്ലേ? സുഭാഷ് ഏട്ടൻ നാഴികക്ക് 40 വട്ടം പറയാറുണ്ടല്ലോ അനുജന്മാരെ പൊന്നുപോലെ നോക്കുമെന്നൊക്കെ. എന്നിട്ട് അനുജനൊരു നല്ല ജീവിതം കിട്ടിയപ്പോൾ അത് തട്ടിത്തെറിപ്പിക്കാൻ നോക്കുകയാണോ എന്നൊക്കെ ചോദിക്കും. എടാ നീ എന്തൊക്കെയാടാ ഈ പറയുന്നത് എന്ന് സുഭാഷ് ചോദിക്കാണ്. ഹരീഷിന് സത്യങ്ങളൊന്നും അറിയില്ലല്ലോ. അവർ തമ്മിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചതല്ല എന്നും ഇന്നല്ലെങ്കിൽ നാളെ നിധി ആ വീട്ടിൽ നിന്നും പോവാൻ നിൽക്കുന്നവളാണ് എന്ന കാര്യമൊന്നും തന്നെ ഹരീഷിന് അറിയില്ലല്ലോ. ഹരീഷ് ആകപ്പാടെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. സുഭാഷ് ഏട്ടൻ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഏട്ടൻ ഒരു ജീവിതം കിട്ടിയിട്ട് മതി അനിയൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞ് അവരെ മാറ്റി നിർത്തുന്നത് ശരിയാണോ? ഏട്ടൻ്റെ ജീവിതത്തിന് വേണ്ടി അവൻ്റെ കല്യാണം നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഏട്ടാ? കല്യാണം കഴിഞ്ഞത് കൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിക്കാനായിട്ട് ആഗ്രഹം കാണില്ലേ? ആ ആഗ്രഹത്തെയാണ് ഏട്ടൻ ഇല്ലാതാക്കുന്നത് എന്നൊക്കെ ഹരീഷ് പറയുന്ന സമയത്തിന് സുഭാഷ് പറയുന്നുണ്ട്, എടാ ഹരീഷേ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന് സുഭാഷ് പറയും. വേണ്ട ഇനി കൂടുതലൊന്നും പറയേണ്ട സുഭാഷ് ഏട്ടാ, എല്ലാം എനിക്ക് മനസ്സിലായി. ഞങ്ങളിങ്ങനെ പൊതിഞ്ഞു വെച്ചുകൊണ്ടിരുന്നിട്ട് ഞങ്ങളിൽ ഒരാൾക്കൊരു നല്ല ജീവിതം കിട്ടിയപ്പോൾ എൻ്റെ ഏട്ടൻ്റെ കല്യാണം കഴിയാത്തത് കൊണ്ട് ഏട്ടൻ അത് സഹിക്കുന്നില്ല അല്ലേ? ഹരീഷ് വീണ്ടും സുഭാഷിനെ കുറ്റപ്പെടുത്തിയപ്പോൾ സുഭാഷിന് അത് വലിയ വിഷമമായിരുന്നു. ഹരീഷ് ദേഷ്യപ്പെട്ടതായാലും അവിടെ നിന്നും കയറി പോവാണ്. ദൈവമേ ഇവനെ ഞാൻ ഇനി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? തൻ്റെ നിരപരാധിത്വം ഇവനോട് എങ്ങനെ പറയുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ സുഭാഷ് ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. ഉള്ള സത്യാവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൻ്റെ ഒരു ഭൂകമ്പം തന്നെ നടക്കുമെന്നും സുഭാഷിനറിയാം. ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ സുഭാഷ്. സത്യം തുറന്നു പറയാനും പറ്റില്ല. പറഞ്ഞില്ലെങ്കിൽ ഇതുപോലുള്ള തെറ്റിദ്ധാരണകൾ വീണ്ടും തൻ്റെ പേരിലുണ്ടാവുകയും ചെയ്യും. സുഭാഷ് വിഷമത്തോടു കൂടി തന്നെ തൻ്റെ ജോലി തുടർന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ നിധി പുറത്തേക്ക് വന്നു. ഭാസ്കരൻ ഒരു ഫ്രണ്ടുമായി സംസാരിക്കുന്നത് കാണാണ്.
ആ ഫ്രണ്ട് തൻ്റെ സങ്കടങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഭാസ്കരേട്ടാ, ആകെപ്പാടെ പൊട്ടിയിരിക്കുകയാണ് ഞാൻ. അവളോട് ഞാൻ പറഞ്ഞിട്ട് അവൾ ഒന്നും തന്നെ അനുസരിക്കുന്നില്ല. അവൾക്ക് വീട്ടിൽ പോകണമെന്ന് ഒരേ വാശിയിലാണ്. ഇപ്പം തന്നെ പോകണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണെന്നൊക്കെ പറയും. അത് കേട്ടപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, പോകുന്നവരോടൊക്കെ പോകാൻ പറയടാ, എന്നെ കണ്ടുപഠിക്ക്. പോകുന്നതൊക്കെ പോട്ടെ എന്ന് വെക്കണം. അവളെപ്പോലുള്ള ഒരുത്തിയൊക്കെ നീ വെച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഭേദം അവളെ ഇറക്കി വിടുന്നത് തന്നെയാണ്. ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നമുണ്ടായാലും നീ ജയിലിൽ പോയി കിടക്കുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ച് സമാധാനമെങ്കിലും കിട്ടുമല്ലോ എന്നൊക്കെ പറയും. അവളെ ഒന്നും വെച്ചുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. ഇതും കേട്ടുകൊണ്ട് തന്നെ നിധിയുടെ മനസ്സ് ആകെ ടെൻഷനായി. നികേഷ് പറഞ്ഞ കാര്യങ്ങളാണ് അവളുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. അച്ഛൻ അമ്മയെ കൊന്നിട്ട് ജയിലിലേക്ക് പോയി എന്നാണ് അവൾ അറിഞ്ഞ സത്യം. അതിൻ്റെ പേരിൽ അച്ഛൻ കുറേ കാലം ജയിലിലായിരുന്നല്ലോ. അതൊക്കെ ഓർത്തപ്പോൾ നിധിക്ക് ഭയങ്കര വെപ്രാളവും പേടിയുമായി. അവൾ വേഗം അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഭാസ്കരൻ പറഞ്ഞു, എടാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കരുതി നീ പോയിട്ട് അവളെ കൊല്ലാനൊന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അവൾ അവളുടെ വീട്ടിലേക്ക് പോയി 10 ദിവസം അങ്ങ് നിൽക്കട്ടെ. അപ്പോൾ പിന്നെ അവൾ മര്യാദ പഠിച്ചോളും. അതിനുശേഷം അവൾ തിരികെ വരട്ടെ എന്ന് ഭാസ്കരൻ തൻ്റെ കൂട്ടുകാരനെ ഉപദേശിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നിധിയെ കൂട്ടിക്കൊണ്ട് തന്നെ നികേഷ് കോളേജിലേക്ക് പോകും. നികേഷിന് ഒരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ട്. അവളെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിധിയെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. കോളേജിലേക്ക് എത്തിയപ്പോൾ നിധി ചോദിച്ചു, അല്ല അവൾ ഇന്ന് വരുമല്ലോ അല്ലേ എന്ന് ചോദിക്കും. വരുമേട്ടത്തി, അവൾക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ വരാതിരിക്കാനൊന്നും പറ്റില്ല എന്ന് നികേഷ് പറയും. അവിടെ ചെന്നപ്പോൾ വേറെ കുറേ ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് വന്നു. നികേഷ് അവരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇതെൻ്റെ ഏട്ടത്തിയമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ നിധിയെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. അപ്പോഴേക്കും നിധി ചോദിക്കുന്നുണ്ട്, എന്തിനാടാ ഇങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ട് എന്നെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം നികേഷ് പറയുന്നുണ്ട്, ഏട്ടത്തി എനിക്ക് ഭയങ്കര സന്തോഷമായി. പകുതി കുട്ടികളും എന്നെ കളിയാക്കുമായിരുന്നു. എൻ്റെ വീട്ടിൽ പെണ്ണുങ്ങളില്ലാത്ത ആണുങ്ങൾ മാത്രമാണുള്ള വീടാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിയാവുന്നവരൊക്കെ എന്നോട് മിണ്ടാൻ പോലും വരാറില്ല. ആൺപിള്ളേരൊക്കെ മറ്റുള്ളവരോട് പറയും അവനോട് സംസാരിക്കാൻ പോലും കൊള്ളത്തില്ല എന്ന്. എന്നെ അങ്ങനെ ഒരു കാരണവുമില്ലാതെ അകറ്റി മാറ്റി നിർത്തും. കുറച്ച് പേര് മാത്രമേ എന്നോട് സംസാരിക്കാറുള്ളൂ. എടാ ഞാനിപ്പോൾ നീ പറഞ്ഞിട്ടാണ് നിൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നത്. നീ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ എനിക്ക് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ശരിക്കും ശരിയാണോ എന്ന് ചോദിക്കാണ് നിധി. പിന്നെ ശരിയല്ലാതെ ഇരിക്കുമോ ഏട്ടത്തി? എടാ നിനക്ക് അവളെ ഇഷ്ടമാണ്, പക്ഷേ അവൾക്ക് നിന്നെ ഇഷ്ടമാണോ എന്നൊന്നും അറിയില്ലല്ലോ. അവൾ നിന്നെ ഒന്ന് നോക്കുമോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് ശരിയാണോ എന്ന് നിധി ചോദിച്ചു. ഏട്ടത്തി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, അവളെ കാണാൻ വന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നികേഷ് അവളെ അവിടെ നിർത്തി. കുറേ സമയം കഴിഞ്ഞപ്പോൾ ആ ഒരു പെൺകുട്ടി തൻ്റെ കൂട്ടുകാരുമായി സംസാരിച്ച് അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടു. ഏട്ടത്തി ദേ അങ്ങോട്ടേക്ക് നോക്ക്, ആ വരുന്ന അവൾ അതാണ് എന്നൊക്കെ ആ പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് തന്നെ നികേഷ് പറഞ്ഞു. ഏതാ, ആ ലെഫ്റ്റ് സൈഡിലുള്ളതാണോ എന്ന് നിധി ചോദിച്ചപ്പോൾ അതേ എന്ന് അവൻ പറഞ്ഞു. കാണാൻ നല്ല ഭംഗിയുള്ളൊരു പെൺകുട്ടി ഫ്രണ്ട്സിനോടൊപ്പം അങ്ങോട്ടേക്ക് വരികയാണ്. പക്ഷേ അവൾ അടുത്തുകൂടെ പോയിട്ടും അവരെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല. എടാ നീയല്ലേ പറഞ്ഞത് അവൾ നിന്നെ നോക്കി ചിരിക്കുമെന്നൊക്കെ, എന്നിട്ടിപ്പോൾ ചിരിച്ചില്ലല്ലോ. അവളെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, വെറുതെ അല്ല നീ അവളിലങ്ങ് വീണത് എന്നൊക്കെ പറയാണ് നിധി. പക്ഷേ അവൾ അങ്ങനെ അവളുടെ ഫ്രണ്ട്സുമായി നികേഷിൻ്റെ അടുത്തെത്താറായപ്പോഴേക്കും നികേഷിൻ്റെ നെഞ്ചി പെടപെട ഇടിക്കുന്നുണ്ടായിരുന്നു. നികേഷിൻ്റെ മുഖത്തെ ടെൻഷൻ കണ്ടുകൊണ്ട് തന്നെ നിധി അവനെ കളിയാക്കി. എടാ അവൾക്കില്ലാത്ത ടെൻഷനാണല്ലോടാ നിനക്ക്. പക്ഷേ അവൾ മൈൻഡ് ചെയ്യാതെ പോയപ്പോൾ നിധി പറഞ്ഞു, എടാ ഇതെന്താ അവൾ നിന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ലല്ലോ. എന്നിട്ടാണോ നീ പറഞ്ഞത് നിന്നോട് അവൾക്ക് ഭയങ്കര പ്രേമമാണ് എന്നൊക്കെ? അത് അങ്ങനെയൊക്കെ ആയിരുന്നു ഏട്ടത്തി, പക്ഷേ ഇവൾക്ക് ഇതെന്ത് പറ്റിയെന്നൊന്നും അറിയില്ല എന്ന് പറയാണ് നികേഷ്. ഒരു പക്ഷേ ഞാൻ കൂടെ ഉള്ളത് കൊണ്ടാണോ എന്ന് നിധി ചോദിച്ചു. അതും അറിയില്ല, എന്നാലും അവൾക്കൊന്ന് നോക്കി ചിരിക്കാമായിരുന്നു. അവൾ പോയില്ലേ എന്ന് ചോദിക്കാണ് നിധി. ആ സമയത്ത് തന്നെ അവൾ കുറച്ചു കൂരൊന്നും കൂടി നടന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, ദേ ഏട്ടത്തി അവളിപ്പോൾ എന്നെ തിരിഞ്ഞു നോക്കി ചിരിക്കുന്നത് കണ്ടോ? നിധി നോക്കിയപ്പോൾ പെട്ടെന്ന് അവളുടെ ചിരിയൊക്കെ അങ്ങ് മാറി. കണ്ടോ ഏട്ടത്തി എന്ന് നികേഷ് ചോദിച്ചു. എടാ അവൾ നോക്കി, പക്ഷേ ചിരിച്ചില്ലല്ലോ എന്ന് നിധി പറയാണ്. ആദ്യം ചിരിച്ചതായിട്ടത്തി, പക്ഷേ ഏട്ടത്തി നോക്കുന്നത് കണ്ടപ്പോൾ ചിരി പോയതാണെന്ന് അവൻ പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അവൾ പോയില്ലേ, ഇനിയിപ്പോൾ അവൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് എന്ന് നിധി ചോദിച്ചപ്പോൾ അവൾ BA ഇംഗ്ലീഷ് ആണെന്ന് പറയും. ഞാൻ BCom ആണെന്നും നികേഷ് പറഞ്ഞു. കൊള്ളാം, ലാംഗ്വേജ് ക്ലാസ്സിൽ വെച്ചൊക്കെ ഞങ്ങൾ കാണാറുണ്ട് എന്ന് പറയണ നികേഷ്. ശരി ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് നിധി ചോദിച്ചു. എനിക്കിന്ന് ക്ലാസ് ഒന്നുമില്ല ഏട്ടത്തി. അവളാണെങ്കിൽ എക്സാം എഴുതാൻ വേണ്ടി പോയി. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറയാണ് നികേഷ്. അല്ല നിനക്ക് ഈ BCom കഴിഞ്ഞിട്ട് പുറത്തു പോകാനാണോ ആഗ്രഹമെന്ന് നിധി ചോദിച്ചപ്പോൾ പുറത്തു പോകാനോ എന്ന് അവൻ തിരിച്ചു ചോദിച്ചു. വിദേശത്തോ? ഏട്ടത്തി എന്തൊക്കെയായി പറയുന്നത്? നിന്റെ ഏട്ടൻ സുധീഷ് പറഞ്ഞല്ലോ നിനക്ക് പുറത്തു പോയി ബിസിനസ്സൊക്കെ പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നൊക്കെ. അത് കേട്ടപ്പോൾ നികേഷ് അങ്ങ് ചിരിച്ചു. കൊള്ളാം, സുധീഷ് ഏട്ടനല്ലേ അത് പറഞ്ഞത്? എൻ്റെ ഏട്ടത്തി എനിക്ക് വേറെ പണിയൊന്നുമില്ലേ?
ഇപ്പം തന്നെ കുറേ അധികം സപ്ലി ഉണ്ട്. അതൊക്കെ ഏത് കാലത്ത് എഴുതിയെടുക്കുമെന്ന് പോലും എനിക്കറിയില്ല. സപ്ലിയോ എന്ന് നിധി അത്ഭുതപ്പെട്ട് ചോദിച്ചു. എടാ, അപ്പോൾ നീ കോളേജിലേക്ക് പഠിക്കാനല്ലേ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ സപ്ലി ഇല്ലാത്ത പിള്ളേർ ഈ കാലത്തുണ്ടോ ഏട്ടത്തി എന്ന് അവൻ തിരിച്ചു പറയാണ്. അപ്പോൾ നിനക്ക് വിദേശത്തേക്കൊന്നും പോകണ്ടേ എന്ന് നിധി ചോദിച്ചപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നും ആരും ഇതേവരെ ലൊക്കാലിറ്റി വിട്ട് പോയിട്ടില്ല, പിന്നെയാണോ വിദേശത്തേക്ക് പോകുന്നത് എന്ന് അവൻ പറഞ്ഞു. നിധി അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിന്റെ ഏട്ടൻ ഹരീഷിന് എന്താ ജോലിയെന്ന്. ഹരീഷ് വലിയ കോളേജിലൊക്കെ പഠിച്ചതാണല്ലേ എന്ന് പറയുമ്പോൾ അവൻ്റെ ജോലിയെക്കുറിച്ച് സുധീഷ് ഏട്ടൻ എന്താ പറഞ്ഞത് എന്ന് നികേഷ് ചോദിച്ചു. നിന്റെ ഏട്ടൻ പറഞ്ഞത് അത് പിന്നെ നിധി ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോവാമെന്ന് നികേഷ് പറഞ്ഞു. എവിടേക്ക് എന്ന് ചോദിച്ചപ്പോൾ ഹരീഷേട്ടൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് എന്ന് പറയാണ്. എടാ, അപ്പോൾ നിനക്ക് ശരിക്കും ക്ലാസ്സില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ഇല്ലെന്ന് പറയാട്ടോ. നമുക്ക് ഏതായാലും ഹരീഷേട്ടനെ നേരിട്ട് പോയി കാണാമെന്നും പറയും. സുധീഷേട്ടൻ എന്തൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്നൊന്നും അറിയില്ലല്ലോ, ആ കള്ളത്തരങ്ങളൊക്കെ ഒന്ന് പൊളിക്കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് നിധിയെ കൂട്ടിക്കൊണ്ട് തന്നെ അവൻ നേരെ ഹരീഷിൻ്റെ അടുത്തേക്ക് പോയി. ഇതേ സമയം സുധീഷ് താൻ നേരത്തെ ജോലി ചെയ്തിരുന്ന ആ ഒരു തോമസിൻ്റെ അടുത്തേക്ക് ചെന്നു. ട്രാവൽ ഏജൻസിയിൽ ചെന്നപ്പോൾ തോമസ് ചോദിച്ചു, എടാ നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, നിന്നെ ആരാണ് ഇങ്ങോട്ടേക്ക് കയറ്റി വിട്ടത്? തോമസ് ഏട്ടാ പ്ലീസ് ഞാൻ പറയുന്നതൊന്ന് കേൾക്കുകയെന്ന് സുധീഷ് പറഞ്ഞുവെങ്കിലും വേണ്ട, നിന്റെ ഒരു കാര്യം എനിക്ക് കേൾക്കണ്ട. നിന്നെ വിശ്വസിച്ച് ഞാൻ ഒരിടത്ത് വിട്ടിട്ട് അവിടുത്തെ പെണ്ണിനെ നീ അടിച്ചുകൊണ്ട് വന്നതല്ലേ, നിന്നെ അവരങ്ങ് കൊല്ലാതെ വിട്ടത് തന്നെ ഭാഗ്യമെന്ന് തോമസ് പറയും. തോമസ് ഏട്ടാ ഞാൻ പറയുന്നതൊന്ന് കേൾക്കുകയെന്ന് സുധീഷ് പറഞ്ഞുവെങ്കിലും ജോലിക്കാണെങ്കിൽ നിന്നെ ഇവിടെ കണ്ടുപോകരുത് എന്ന് തോമസ് ഉറപ്പിച്ചു പറഞ്ഞു. തോമസ് ഏട്ടാ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, എനിക്കൊരു 5 മിനിറ്റ് മാത്രം തന്നാൽ മതി, കേട്ടിട്ട് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ, എനിക്ക് ജോലിയൊന്നും തരണ്ട എന്ന് പറയാണ് സുധീഷ്. എന്താ നിനക്ക് പറയാനുള്ളത് എന്ന് തോമസ് ചോദിച്ചപ്പോൾ തോമസ് ഏട്ടൻ്റെ മോന് അന്ന് ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ ഞാനല്ലേ ബ്ലഡ് കൊടുത്തത്, അതുപോരാഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ബ്ലഡ് എത്തിച്ചിട്ട് അവൻ്റെ ജീവൻ രക്ഷിച്ചതൊക്കെ ഞാനല്ലേ. അന്ന് തോമസ് ഏട്ടൻ ഹോസ്പിറ്റലിൽ വെച്ച് എൻ്റെ കൈ പിടിച്ച് പറഞ്ഞതാ, നീ ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ മോന് ജീവനോടെ കിട്ടിയില്ലായിരുന്നു എന്നൊക്കെ, ആ നന്ദിയും കടപ്പാടും എന്നും ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞതല്ലേ. ഓ, അപ്പോൾ നീ അത് പറയാനോടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് തോമസ് ചോദിച്ചു. അല്ല തോമസ് ഏട്ടാ, എന്നെ ഒരു അനിയനായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി, എന്നോടൊരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുത്, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്നൊക്കെ ചോദിക്കാണ് സുധീഷ്. അപ്പോൾ അതാണല്ലേ സെൻറ്റിമെൻറ്റ്സ്, അതൊന്നും ഇവിടെ വേണ്ടടാ, നീ ഇവിടെ നിന്ന് പോവാൻ നോക്കിയെന്ന് വീണ്ടും ദേഷ്യപ്പെട്ട് പറയാണ് തോമസ്. അങ്ങനെയൊന്നും പറയരുത് തോമസ് ഏട്ടാ പ്ലീസ്, നിന്നെ വിശ്വസിച്ച് ഒരു വീട്ടിലേക്ക് വിട്ട ആ രീതിയിൽ നീ നിൽക്കണമായിരുന്നു, അല്ലാതെ അവിടുത്തെ പെണ്ണിനെ അങ്ങ് അടിച്ചു മാറ്റി കൊണ്ടുപോരുകയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് തോമസ് ദേഷ്യപ്പെടും. തോമസ് ഏട്ടാ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഞാൻ ഡ്രൈവറായിട്ടാണ് പോയത്, പക്ഷേ അവിടെ ചെന്നപ്പോൾ അവൾക്ക് എന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു, അവൾക്ക് ആ കല്യാണത്തിന് താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ടെടുത്ത തീരുമാനമാണ് ഓടിപ്പോകുന്നത്, എന്നെ വിശ്വസിച്ച് ഒരാൾ ഇറങ്ങി വരുമ്പോൾ ഉപേക്ഷിക്കാൻ പറ്റുമോ? തോമസ് ഏട്ടനും എന്നെ പോലെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ലേ, ഏട്ടൻ്റെ ലൈഫ് ഇപ്പോൾ അടിപൊളിയല്ലേ എന്ന് സുധീഷ് ചോദിച്ചു. വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട, തോമസ് ദേഷ്യപ്പെടാണ്. സുധീഷിനാണെങ്കിൽ വാക്കുകൾക്കൊന്നും തന്നെ യാതൊരുവിധ പഞ്ഞവുമില്ലല്ലോ, ആരെയും വീഴ്ത്തിയിടാൻ ഒരു പ്രത്യേകം മിടുക്ക് തന്നെ അവനുണ്ട്. തോമസ് ഏട്ടൻ്റെ ഭാര്യ ഇറങ്ങി വന്നപ്പോൾ ഏട്ടൻ കൈവിട്ടോ? ഇല്ലല്ലോ, അതുപോലെ തന്നെ ഞാനും അതുതന്നെ ചെയ്തു, എനിക്ക് അവളെ കൈവിടാനൊന്നും പറ്റിയില്ല തോമസ് ഏട്ടാ, അവൾ എൻ്റെ വീട്ടിലുണ്ട്, ഞാൻ അവളെ പൊന്നുപോലെ നോക്കുന്നുണ്ട്, കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ നിനക്ക് ജോലി തരാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് തോമസ് ഏട്ടൻ പറയും. അങ്ങനെയൊന്നും പറയരുത് തോമസ് ഏട്ടാ എന്ന് സുധീഷ് വീണ്ടും പറഞ്ഞു. പോയിട്ട് വാ, നാളെ വരാമെന്ന് സുധീഷ് പറഞ്ഞപ്പോൾ വേണ്ട, ജോലിക്കൊന്നും വരണ്ട എന്ന് തോമസ് തീർത്തും പറഞ്ഞു. എനിക്ക് അവളെ നോക്കേണ്ടേ ഏട്ടാ, അവൾക്ക് ചിലവൊക്കെ ഇല്ലേ എന്ന് സുധീഷ് ചോദിച്ചപ്പോൾ നിന്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ് വന്നത് തന്നെ ഭാഗ്യമെന്ന് തോമസ് പറയും. അവളെ നന്നായിട്ട് നോക്കുന്നുണ്ടോടാ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ നോക്കാതെ അവളുടെ ചിലവൊക്കെ നോക്കണം, വീട്ടിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുത്തിട്ടില്ല, ഇനി എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കണം, അതുവരെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കു തോമസ് ഏട്ടാ എന്ന് സുധീഷ് പറയാണ്. ഒടുവിൽ പറ്റില്ല എന്ന് പറഞ്ഞുവെങ്കിലും തോമസ് ഏട്ടാ നാളെ 8 മണിക്ക് ഞാൻ വന്ന് കാറെടുക്കുമെന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്നും പോയി. ഇവൻ്റെ ഒരു കാര്യമെന്ന് തോമസ് ഏട്ടൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാണ്. കാരണം കുറേ വർഷങ്ങളായി അവൻ അവിടെ തന്നെ പണിയെടുക്കുന്നു, ഇതുവരെ ഒന്നും പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇനി ഞാനൊരു പെണ്ണിനെയും കല്യാണം കഴിച്ചു പോകില്ല, തോമസ് ഏട്ടൻ എന്നെ പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ സുധീഷ് പോയത്. ആ സമയത്തിന് നികേഷും നിധിയും കൂടി ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇതെന്താടാ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നിധി ചോദിച്ചപ്പോൾ ഇവിടെ വരേണ്ട കാര്യമുണ്ടെന്ന് നികേഷ് പറഞ്ഞു. അപ്പോഴാണ് ഹരീഷ് ഒരു ബൈക്ക് നന്നാക്കി അതിങ്ങനെ ഓടിച്ചു നോക്കുന്നത്. അന്ന് ആ ഒരു കാഴ്ചയും കണ്ടുകൊണ്ടായിരിക്കട്ടോ നിധിയും നികേഷും അങ്ങോട്ടേക്ക് വരുന്നത്. ഹരീഷിനെ കണ്ടതോടുകൂടി തന്നെ നിധി അത്ഭുതത്തോട് നോക്കി. ദേഹം മുഴുവൻ കരിയും ഓയിലും ഒക്കെ പറ്റിയിട്ടുണ്ട്. സുധീഷ് പറഞ്ഞിരിക്കുന്നത് പോലെയൊന്നുമല്ലല്ലോ ഇതൊന്നും, വലിയ ഷോപ്പിൻ്റെ ഓണറാണെന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഹരീഷ് അവിടെ നിന്ന് പണിയെടുക്കുന്നതും കണ്ട് നിധി ഒന്ന് ഷോക്കായി. ഹരീഷ് ആണെങ്കിൽ അവരെ കണ്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇവരിങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തു നിൽക്കായിരിക്കും ഹരീഷ്.
എന്താ നിധിയെടുത്തി ഇവിടെയെന്ന് ഹരീഷ് ചോദിച്ചപ്പോൾ വെറുതെ ഇതുവഴി പോയപ്പോഴൊന്ന് കയറിയതാണെന്ന് നിധി പറഞ്ഞു. എടാ നീ എന്താടാ ഏട്ടത്തേക്ക് കസേരയൊന്നും ഇട്ടുകൊടുക്കാത്തത് എന്ന് ചന്തു ചോദിച്ചു. ഹരീഷ് തന്നെ പോയിട്ട് ഒരു കസേര അങ്ങോട്ടേക്ക് ഇട്ടുകൊടുക്കാണ്. ഇരിക്കേട്ടത്തി എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറയാണ് നിധി. എടാ നീ വരുന്ന കാര്യമെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ലേ എന്ന് അവൻ നികേഷിനോട് ചോദിച്ചു. പറഞ്ഞിട്ടിപ്പോൾ എന്താകാനാണെന്ന് തിരിച്ചു ചോദിക്കാണ് നികേഷ്. ചന്തു നീ പോയിട്ട് എന്തെങ്കിലും ഒരു ജ്യൂസ് വാങ്ങിച്ചു കൊണ്ടുപോവാ എന്ന് പറയാണ് ഹരീഷ്. അപ്പോഴേക്കും നിധി പറയുന്നുണ്ട് വേണ്ട. അപ്പോഴേക്കും നിധി ജ്യൂസ് വേണ്ട എന്ന് പറഞ്ഞുവെങ്കിലും അവൻ അതൊന്നും കേട്ടില്ല. സ്വീറ്റ്സും കൂടി വാങ്ങിച്ചോളാൻ പറഞ്ഞ് പൈസയും കൊടുത്തു വിടും. നിധി ആകെപ്പാടെങ്ങനെ ചുറ്റും നോക്കുകയാണ്. അപ്പോഴേക്കും ഹരീഷ് പറയുന്നുണ്ട് ഏട്ടത്തി ഞാൻ ഇവിടെ വെറും ഒരു ജോലിക്കാരനാണ്. ഇതെൻ്റെ സ്വന്തം കടയൊന്നുമല്ല. ഹരീഷ് കള്ളമൊന്നും പറയുന്ന ആളല്ലല്ലോ. അതുകൊണ്ട് ഉള്ള സത്യമൊക്കെ തന്നെ അവൻ നിധിയോടങ്ങ് വെട്ടിത്തുറന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട് നിധി വലിയ അത്ഭുതത്തോടു കൂടിയാണ് നോക്കി നിന്നത്. ഹരീഷിന്റെ വർക്ക്ഷോപ്പിലെ ആ സത്യം അറിഞ്ഞതോടുകൂടി തന്നെ നിധിയുടെ ഉള്ളിൽ സുധീഷ് കെട്ടിപ്പൊക്കിയ ആ ഒരു നുണക്കോട്ടകൾ ഓരോന്നോരോന്നായി തകർന്നു വീഴാൻ തുടങ്ങി. വർക്ക്ഷോപ്പിൽ നിന്നും തിരികെ വരുമ്പോൾ നിധി ആകെ നിശബ്ദയായിരുന്നു. നികേഷ് ഇടയ്ക്കിടെ അവളെ നോക്കുന്നുണ്ടെങ്കിലും അവളൊന്നും തന്നെ മിണ്ടിയില്ല. വീട്ടിലേക്ക് എത്തിയതോടുകൂടി തന്നെ നിധി നേരെ ചെന്ന് സുധീഷിനെയാണ് തിരഞ്ഞത്. സുധീഷ് അപ്പോൾ അപ്പുറത്തെ പറമ്പിൽ എന്തോ കാര്യമായി ആലോചിച്ച് നിൽക്കുമായിരുന്നു. നിധി അവൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. സുധീഷെ ഹരീഷിന് വലിയ മെക്കാനിക്കൽ ഷോപ്പുണ്ടെന്നാണ് നീ എന്നോട് പറഞ്ഞിരിക്കുന്നത്, എന്തിനാണ്? അവൻ അവിടുത്തെ വെറും ഒരു ജോലിക്കാരനാണെന്ന കാര്യം ഞാൻ നേരിട്ട് കണ്ടു. നിധിയുടെ ചോദ്യം കേട്ട് സുധീഷ് ഒന്ന് പതറി. പക്ഷേ പെട്ടെന്ന് തന്നെ അവൻ മുഖം മാറ്റി. അത് പിന്നെ നിധി ഹരീഷ് ആ കാര്യം നമ്മളെന്നും അറിയിക്കാതിരിക്കുന്നതാണ്. അവനിപ്പോൾ അത്യാവശ്യം പണമൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കരുതി അതവൻ്റെ സ്വന്തം കടയായിരിക്കുമെന്ന്. സുധീഷ് നുണകൾ വീണ്ടും മെനഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ നികേഷിൻ്റെ കാര്യം. അവൻ ഇപ്പോഴും സപ്ലൈ ഉണ്ടെന്നും അവൻ പഠിക്കാൻ വലിയ മോശമാണെന്നും എനിക്ക് മനസ്സിലായി. അവനെ വിദേശത്തേക്ക് അയക്കാൻ പോകുകയാണെന്നൊക്കെയല്ലേ നീ എന്നോട് പറഞ്ഞിരുന്നത്? അതൊക്കെ നീ വെറുതെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞു. നിധി ഒന്നൊന്നും തന്നെ വിടുന്ന മട്ടില്ലായിരുന്നു. സുധീഷ് അന്നേരം ഒന്ന് ചിരിച്ചു. അത് പിന്നെ നിധി ഈ വീട്ടിലെ സാഹചര്യം നിധിക്കറിയില്ല. അച്ഛൻ കടുപ്പക്കാരനാണ്, ഏട്ടനാണെങ്കിൽ പാവമാണ്. എല്ലാവരെയും കുറിച്ച് നല്ലത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ഈ വീട്ടിലൊരു സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ. സുധീഷിൻ്റെ ഈ ഒരു കൗശലപൂർണമായ മറുപടിയിൽ നിധിക്ക് വലിയ വിശ്വാസമൊന്നും വന്നില്ല എങ്കിലും അവൾ തൽക്കാലം ഒന്നും മിണ്ടാതിരുന്നു. അന്ന് വൈകുന്നേരം മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. ഭാസ്കരൻ പഴയൊരു കടലാസ് കെട്ടുമായി മുറ്റത്തേക്ക് വന്നിരുന്നു. നിധി അപ്പോൾ ആ സമയത്ത് ചായയുമായി അങ്ങോട്ടേക്ക് ചെല്ലുകയായിരുന്നു. പഴയ ഫയലുകളിൽ നിന്നും ഒരു പത്രവാർത്തയുടെ കട്ടിങ്സ് നിലത്ത് വീണു. നിധി അത് കുനിഞ്ഞെടുത്തു. അതിൽ കണ്ട വാർത്ത അവളെ ആകെ തളർത്തി കളഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ആക്സിഡന്റിനെ കുറിച്ചായിരുന്നു അത്. ഭാസ്കരൻ അന്ന് ജയിലിൽ പോയത് ഒരാളെ കൊന്നിട്ടൊന്നുമല്ല, മറിച്ച് തൻ്റെ സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലുണ്ടായ ഒരു അപകടത്തിന്റെ പേരിലായിരുന്നു. സുധീഷ് തന്നോട് പറഞ്ഞിരിക്കുന്ന ആ ഒരു കൊലപാതക കഥ അത് വെറും പച്ചക്കള്ളമാണെന്ന് അവൾക്ക് അതോടുകൂടി തന്നെ മനസ്സിലായി. ഭാസ്കരൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിധി ആ ഒരു കടലാസുമായി ഭാസ്കരൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛാ ഇതെന്താണ് എന്ന് ചോദിച്ചതും ഭാസ്കരൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മോളെ അതൊക്കെ പഴയ കാര്യമാണ്. പണ്ട് എൻ്റെ കൂട്ടുകാരനെ ഒരു ഗുണ്ടാ സംഘം ആക്രമിച്ചപ്പോൾ ഞാൻ അവനെ രക്ഷിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ ആ ബഹളത്തിനിടയിൽ ഒരാൾക്ക് പരിക്ക് പറ്റി. അതങ്ങനെ എൻ്റെ തലയിലായി. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കണ്ട എന്ന് കരുതി ഞാൻ അത് ആരോടും പറഞ്ഞില്ല എന്ന് പറയും. ഇത് കേട്ടപ്പോൾ നിധിക്ക് സുധീഷിനോട് വല്ലാത്ത ദേഷ്യം തോന്നി. തന്നെ ഈ വീട്ടിൽ നിന്നും തളച്ചിടാൻ വേണ്ടിയിട്ട് സുധീഷ് തൻ്റെ കുടുംബാംഗങ്ങളെക്കുറിച്ച് ഇത്രയധികം കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞുണ്ടാക്കിയെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. ആ രാത്രി അവൾ ഒരു തീരുമാനമെടുത്തു. ഈ വീട്ടിലെ ഓരോരുത്തരുടെയും നന്മകൾ അവൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ സുധീഷിൻ്റെ ഇരട്ടത്താപ്പ് അവൾക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല. അടുത്ത ദിവസം രാവിലെ നിധി സുധീഷിനെ വിളിച്ചു. സുധീഷെ നിന്റെ കള്ളങ്ങളൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി ഒരൊറ്റ നുണുകൂടി നീ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരോടും അച്ഛന്മാരോടും ഏട്ടന്മാരോടും എല്ലാം തുറന്നു പറയും. നമ്മൾ തമ്മിൽ ഒരിക്കലും വിവാഹം കഴിച്ചിട്ടില്ല. നമ്മൾ തമ്മിൽ ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാരല്ല. നമ്മൾ തമ്മിലുള്ള ഈ ഒരു നാടകം അധികകാലം നീണ്ടുപോവില്ല. നിധിയുടെ ആ ഒരു മാറ്റം സുധീഷിനെ ശരിക്കും അങ്ങ് ഭയപ്പെടുത്തി. നിധി ഇനി ഏതായാലും പണ്ടത്തെ പോലുള്ള ആ ഒരു പാവം പണ്ടല്ല എന്ന കാര്യം സുധീഷിന് മനസ്സിലായി. അങ്ങനെ നിധി വീട്ടിലെ ഓരോരുത്തരുടെയും വിശ്വാസം നേടിയെടുക്കുമ്പോൾ സുധീഷ് ആകെ അങ്ങ് ഒറ്റപ്പെട്ടു പോവാണ്. ഭാസ്കരനും ഹരീഷും സുഭാഷും നികേഷും ഹരീഷും